ഹായ് കൂട്ടുകാരെ, ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം കുറച്ച് ചെടികളെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് പീസ് ലില്ലി ആട്ടോ. നാസ റെക്കമെൻഡഡ് ആണ്, വെരിഗേറ്റഡ് ആണ്. സദാസമയം പൂവുണ്ടാകുന്ന ഈ പീസ് ലില്ലി നമുക്ക് എയർ പ്യൂരിഫൈഡ് ആണ്, ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെടിയാട്ടോ. അപ്പം കുറേ പീസ് ലില്ലി ഫുൾ പോട്ട് എൻ്റെ അടുത്തൊന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതാനും ചെടികളേ ഉള്ളൂ. അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്തോളൂ കേട്ടോ. അപ്പം വീടിൻ്റെ ഇൻഡോർ അലങ്കരിക്കാൻ ഏറ്റവും നല്ല ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് പീസ് ലില്ലി. അടുത്ത് വന്നിട്ട് നാരോ ലീഫ്. ഇതും ഒരുപാട് എൻക്വയറീസ് വരുന്ന ചെടിയാണ്. സെറാമിക് പോട്ടിൽ, നല്ല ഹൈറ്റുള്ള സെറാമിക് പോട്ടിൽ ഇൻഡോർ വീടിൻ്റെ ഒരു സൈഡിൽ മൂലയ്ക്കൊക്കെ വെച്ച് കോർണറിൽ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ഭംഗി. വെച്ച് കൊടുക്കാവുന്ന ഒരു ചെടിയാണ്. സെറാമിക് പോട്ടിൽ തന്നെ വെക്കണം കേട്ടോ. ഹൈറ്റുള്ള നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. അടുത്ത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമ സുന്ദരി. ഇത് നമ്മളെ വീടിൻ്റെ സ്റ്റെപ്പിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയൊരു ചെടിയാട്ടോ. നല്ലൊരു ഭംഗിയുള്ള പുള്ളികൾ ഡോട്ടൊക്കെ ആയിട്ട് വന്നിട്ട് ഇത് ആർക്കെങ്കിലും ഹൗസ് വാമിംഗ് ഒക്കെ നടക്കുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ വീടിൻ്റെ സ്റ്റെപ്പിലൊക്കെ. അടുത്ത് വന്നിട്ട് അലോക്കേഷ്യ. ഇത് നമുക്ക് ഇൻഡോർ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സുന്ദരി പ്ലാന്റ്സ് ആട്ടോ. ഇതിനൊരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ അലോക്കേഷ്യ അത് ഞാൻ ചെറിയ ചെറിയ ഷൂട്ടിട്ട് പിടിപ്പിക്കുന്നേ ഉള്ളൂ. ഇത് അതിൽ നിന്നും മാറ്റമായിട്ട് വലിയ ലീഫുകളോടുകൂടി ഇത്തിരി ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പം വേണ്ടവർ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്തോളൂ. ഇതാണ് അലോക്കേഷ്യ സുന്ദരി കേട്ടോ. ഇത് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് കൊടുത്ത് നല്ല പറഞ്ഞ പോലെ പോട്ടിൽ ഇൻഡോറിലും കോർണറിലും ഒക്കെ വെച്ച് കൊടുത്ത് നല്ല ക്ലിയോപാട്ര അഗ്ലോണിമ. നല്ല വിരിഞ്ഞ ലീഫുകളോടുകൂടി അത്യാവശ്യം ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ്സ് ആട്ടോ. ഒരുപാട് ഷൂട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അടുത്ത് വന്നിട്ട് നമ്മുടെ കലാത്തിയ കേട്ടോ. ഇത് കലാത്തിയ പ്ലാന്റ്സ് ആണ്. ഇതും നമുക്ക് വീട്ടിൽ വെച്ച് പിടിക്കാൻ പറ്റിയ ഒരു ചെടിയാണ്. പിന്നെ ഇതാ വന്നിട്ട് കലേഡിയത്തിൻ്റെ ഒരു ചെറിയ പീസ് നമ്മുടെ മൊണസ്ട്രോ ബ്രോക്കണിൽ കയറി പിടിച്ചതാട്ടോ. അപ്പം ഇതാണ് അടുത്ത സുന്ദരി വന്നിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ സി പ്ലാന്റ്സ് ഗ്രീനാണ്. ഗ്രീൻ്റെയും ബ്ലാക്കും ഉണ്ട് കേട്ടോ. അപ്പം വേണ്ടവർ ഓർഡർ ചെയ്തോളൂ. പിന്നെ ഇതാ അടുത്ത വന്നിട്ട് സ്പൈഡർ പ്ലാന്റ് ആണേ. ഇത് രണ്ടും ഒരേ തരത്തിലുള്ള ഒരേ ചെടിയാണ്. ഇത് വേറൊരു ചട്ടിയിലേക്ക് പകർന്നപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെയുള്ള ഷൂട്ടുകൾ വന്ന കേട്ടോ. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ തന്നെ മഴയും വന്നിട്ടുണ്ട്. അടുത്ത വന്നിട്ട് ഇതാ ബെഡ് നെസ്റ്റ്. നല്ലൊരു സുന്ദരി പ്ലാന്റ്സ് ആണ്. അടുത്ത വന്നിട്ട് നമ്മുടെ നല്ലൊരു വെറൈറ്റി ചെടിയാണ്. അപ്പോൾ വേണ്ടവർ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. അടുത്ത വന്നിട്ട് കലാത്തിയുടെ ഒരു ചെടിയാണ്. നല്ലൊരു പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ പ്ലാന്റ്സ് നല്ലോണം ഇതാ വിരിഞ്ഞ് ചിറകൊക്കെ വിരിച്ച് നിൽക്കുന്ന ഈ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആട്ടോ. അടുത്ത് വന്നിട്ട് നമ്മുടെ പട്ടാള ക്യാമ്പിലെ പട്ടാളക്കോടാട്ടോ. അപ്പോൾ ഡ്രസ് കോഡാണ്. നല്ല ഭംഗിയുള്ളൊരു ചെടിയാട്ടോ. കലേഡിയത്തിൻ്റെ വേറൊരു വേഷനാണ്. പിന്നെ ഇത് സദാ എല്ലായിടത്തും വളർന്നു. പക്ഷേ ഇപ്പം വീണ്ടും ഇതിന് എൻക്വയറീസ് കൂടിയിട്ടുണ്ട്. എല്ലാവരും വീണ്ടും ഇതിനെ ഒരുപാട് വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്നോട് ഒത്തിരി പേര് ചോദിച്ചു. കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ഒരു ഫുൾ പോട്ട് അതേപടി പോവുകട്ടെ ചെയ്തത്. ഇതിന് നിറച്ചും തിക്കായ ഷൂട്ടുകളോടുകൂടി നമുക്ക് കുറേ ചെടിച്ചട്ടികളിൽ നമുക്ക് പകർന്നു വയ്ക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അപ്പം വേണ്ടവർ ഓർഡർ ചെയ്തോളൂ കേട്ടോ. അപ്പം ഞാൻ കോട്ടൊക്കെ ഇട്ട് വന്നിട്ട് മഴ പെയ്യാൻ തുടങ്ങി വീണ്ടും വീഡിയോയ്ക്ക്. അപ്പം കണ്ടില്ലേ അരേളിയ സുന്ദരി. ഇതുകൂടി പരിചയപ്പെടുത്തിയിട്ട് നമ്മുടെ ഇന്നത്തെ ചെടിയുടെ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന ചെടി ഏതാവശ്യമുള്ളതെന്ന് ഓർഡർ ചെയ്യുക. വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിടണം. ഞാൻ പ്രത്യേകം പറയാം കേട്ടോ. ചേച്ചി ചെടി ഏതാ, ചെടി റേറ്റ് എത്രയാണെന്ന് ചോദിക്കാതെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒന്നുകൂടി ഉപകാരമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ടിൽ ദെൻ ടേക്ക് കെയർ. ടാറ്റ ബൈ ബൈ.